മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സൂമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരെയാണ്. എല്ലാവരും പേര് തുടങ്ങുന്നേ ഉള്ളൂ. ഒരിക്കൽ കൂടി ശുഭദിനാശംസകൾ. ജഗദീശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ സൂമിലേക്ക് കടക്കാം. താങ്ക് യു ഓൾ ലീഡേഴ്സ്. ഇന്നത്തെ 6 AM ക്ലബിലേക്ക് സൂമിലേക്ക് കടന്നിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഞാൻ സ്വാഗതം പറയുകയാണ്. നമുക്ക് ഇന്നത്തെ 6 AM ക്ലബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ ആഴ്ചയിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലീഡറാണ് 6 AM ക്ലബിൽ നമുക്ക് ഓരോ മോട്ടിവേഷൻ തന്ന് നമ്മളെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച എന്നുള്ളത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്, എങ്കിലും തിങ്കളാഴ്ചക്ക് ഒരു പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ലീഡർ തന്നെയാണ്. തിങ്കളാഴ്ച ദിവസം നമുക്ക് സൂമില് നമ്മളൊരു എനർജറ്റിക് ആക്കിക്കൊണ്ടിരിക്കുന്ന ലീഡറാണ് മനോജ് സാറ്. മനോജ് സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമുക്ക് ഏതൊരു സമയത്തും സാറിനെ ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തൊരു കാര്യത്തിനും നമ്മൾക്ക് പറഞ്ഞൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നു നമ്മളുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മനോജ് സാറ്. നമ്മളുടെ ഈ ബയോട്ടോറിയം എന്നുള്ളൊരു മേഖലയിൽ ഒത്തിരി അനന്ത സാധ്യതകൾ ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ഓരോ ലീഡേഴ്സിനും അറിയാം, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നമ്മള്. അപ്പൊ ആ സാധ്യതകളെ കുറിച്ച് കേൾക്കാനാണ് നമ്മൾ ഇന്നത്തെ സൂമില് ഇവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഓരോ ലീഡേഴ്സും നമുക്ക് ഓരോ ദിവസവും ക്ലാസ് എടുക്കുന്നത് പല പല ടോപ്പിക്കുകളാണ്. അപ്പോ അവര് നല്ല പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് രാവിലെ തന്നെ നമുക്ക് വന്ന് ഓരോന്നും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് അത് തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം നമ്മളും ആ 6 AM ക്ലബിൽ കയറിയിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ ഒരു നല്ലൊരു എനർജറ്റിക് അല്ലെങ്കിൽ നല്ലൊരു ഓറ ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളാണ്. ഒരു പ്രാർത്ഥനയോടുകൂടിയൊക്കെയാണ് ഇതിൽ ഇരിക്കുന്നത്. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവാതെ നമ്മള് നമ്മുടെ മൈക്ക് ഒന്ന് മ്യൂട്ടാക്കി, എല്ലാവരുടെയും മ്യൂട്ട് ആയിരിക്കും, അതിലേക്ക് പ്രത്യേകിച്ച് ആരും ഒന്ന് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ലീഡേഴ്സ് സംസാരിക്കുമ്പോൾ. കാരണം അവരുടെ ആ എനർജി നമ്മളിലേക്ക് പകർന്നു തരുമ്പോൾ അതിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാതെ, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ ഉള്ളിലേക്ക് നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആവാതെ ചില സൗണ്ടുകളൊക്കെ വന്ന് വെറുതെ അതിലൊന്ന് ടച്ച് ചെയ്ത് നമ്മുടെ ഒരു കളയുന്ന ഒരു പ്രവണത മിക്ക ഇതിലും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ ലീഡേഴ്സാണ്, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇരുന്ന് അവരുടെ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ഒന്ന് ആവാഹിച്ച് നമ്മളുടെ പോസിറ്റീവ് എനർജിയും കൂടി ഇന്നത്തെ ദിവസം എല്ലാവർക്കും ധന്യമാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. എന്തായാലും ഇന്നത്തെ സൂമിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ എല്ലാ ലീഡേഴ്സും ഞാൻ സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മനോജ് സാറിനെ, ബ്ലാക്ക് ഡയമണ്ട് കൂടിയായ നമ്മുടെ മനോജ് സാറിനെ ഞാൻ ഹാർദവുമായി ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം മനോജ് സാർ. കാരണം ഇത് നമ്മുടെ ഡെയിലി നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പുതിയ ആളുകളൊന്നും സാധാരണ ഇതിനകത്ത് വരാറില്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രമാണ് ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച ദിവസം മിക്ക തിങ്കളാഴ്ചകളിൽ ഞാനാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് ഇവിടെ പറഞ്ഞു. എല്ലാവർക്കും ചെയ്യാനുള്ള അവസരമുണ്ട്. ആർക്കെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, എന്നെ വിളിക്കുക അല്ലെങ്കിൽ ലീഡേഴ്സിനെ വിളിക്കുക. ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രോഗ്രാം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം ഇവിടെ തരുന്നതായിരിക്കും. അതുകൊണ്ട് മാറി മാറിയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഓരോ സുപ്രഭാതങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പുനർജന്മങ്ങളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നൊരു പുതിയ ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓരോ പുതിയ ദിവസങ്ങളും ഓരോ പുനർജന്മങ്ങളും ഓരോ പുതിയ തുടക്കങ്ങളാണ്. ഇന്നലെ കഴിഞ്ഞതെല്ലാം അവിടെ നിൽക്കട്ടെ, ഇന്ന് മുതലെങ്കിലും നമുക്ക് പുതിയ ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ബയോട്ടോറിയത്തിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ വലിയ വിജയങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സാണ് നമ്മൾക്ക് എപ്പോഴും വേണ്ടത്. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് എന്തിനേയും കാണാനും കേൾക്കാനും സ്വീകരിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ സക്സസിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും. എപ്പോഴും നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് ചിന്തിച്ച് വിഷമിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി അല്ലെ. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ ആവുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വ്യസനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു.
കഴിഞ്ഞതെല്ലാം നല്ലതിന്, സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്നു മുതൽ, ഇന്നൊരു പുതിയ ദിവസമാണ് നമ്മളെ സംബന്ധിച്ചത്, ഇന്നു മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് തുറക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഇനിയും നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റീസ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഓഫ് ഇവാറ്റോറിയമാണ്. ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇന്നലെ ഞാൻ പല ഗ്രൂപ്പിലും ഒരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ +2 ക്ലാസ്സിലെ അല്ലെ മലയാളത്തിലുള്ള എക്കണോമിക്സ് ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് തോന്നുന്നു, പുസ്തകത്തിൽ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ഒരാൾ വായിച്ചിട്ട് അതിനെ കുറിച്ചുള്ള വിശദീകരണം കണ്ടിരുന്നു. നിങ്ങൾ പലതും അത് കണ്ടോന്നറിയില്ല. അപ്പൊ നമ്മുടെ കുട്ടികളെ +1 +2 കുട്ടികളെ പോലും ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ ലീഡേഴ്സും അതൊന്ന് ഷെയർ ചെയ്യും. പല ഗ്രൂപ്പിലും അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കാലം ഡയറക്ട് സെല്ലിങ്ങിനെ വളരെ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴും നമുക്ക് ഫീൽഡിലേക്ക് പോകുമ്പോൾ അനുഭവിക്കുന്ന വേദന അല്ലെ വളരെ പുച്ഛമാണ് ആളുകൾക്ക്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇത് പഴയ ആമ്പയോ മൂടി ഇങ്ങനത്തെ സംഭവമല്ലേ, ഞാനില്ല കേട്ടാ, നീക്ക് ഇതിനകത്ത് പെട്ടുപോയോ എന്ന് പറഞ്ഞ് നമ്മളെ പോലും നമ്മുടെ ആ എനർജി ഭയങ്കര, ഇവിടുത്തെ 6 മണിയുടെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് അടിപൊളിയായിട്ട് അല്ലെ, ഇന്നിപ്പം തന്നെ ഞാനിതാ 100 PV 2 വെക്കും, 14,900 ഇന്ന് വാങ്ങിക്കും എന്നുള്ള ഊർജത്തോട് കൂടിയിട്ട് പോകുമ്പോ ആണ് ഇങ്ങനത്തെ തലക്കടിച്ച പോലെയുള്ള അല്ലെ ചില ആളുകളുടെ സംസാര ശൈലിയും നമ്മളെ വേദനിപ്പിക്കാറുണ്ട് അല്ലെ. നിങ്ങളൊക്കെ ഇതിനകത്താണോ ഇപ്പോഴും? പറ്റുമെങ്കിൽ ഇന്നലെ കണ്ട ബുക്കും കൂടി ഒന്ന് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പൊ പഴയ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും വില കുറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നോക്ക്, ഇത് കയ്യിലെടുത്ത് നോക്കണതാ. ഇത് എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഈ കുട്ടികളെ പോലും പഠിപ്പിക്കാൻ തുടങ്ങി, +1 +2 കുട്ടികളെ ഡിഗ്രി ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെ PhD, ഡയറക്ട് സെല്ലിങ്ങിനുള്ള PhD, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ PhD നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് പാഠ്യ വിഷയമാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഭാവിയിലത്തെ ഇൻഡസ്ട്രിയാണിത് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത്രയും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹം ഇതുവരെ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ബോധവൽക്കരിക്കാൻ ആരാ ഉള്ളത് ഇവിടെ? ബോധവൽക്കരിക്കാൻ നമ്മളെ പോലുള്ള ആളുകളെ ഉള്ളൂ. ബോധവൽക്കരിക്കുമ്പോൾ നമ്മളെ തിരസ്കരിക്കും അവരല്ല. ആ തിരസ്കരണം വരുമ്പോൾ നമ്മൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ചൂളി പോകാതെ, അവരിത് അറിവില്ലാത്തത് കൊണ്ടാണല്ലോ അവർ പറയുന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നമുക്ക് അവരെ വീണ്ടും വീണ്ടും സമീപിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രോത്സാഹനം നൽകുന്ന മേഖലയായിട്ട് ഡയറക്ട് സെല്ലിംഗ് മാറിയിരിക്കുന്നു. കാരണം തൊഴിലവസരം ഇല്ല ഇവിടെ അല്ലേ. കഴിഞ്ഞ വർഷം നമ്മുടെ തെലങ്കാനയിലെ ധനകാര്യമന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെ തൊഴിൽ കൊടുക്കാൻ അവസരമില്ല. ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ എത്ര ആൾക്ക് കൊടുക്കുക? എത്ര ലക്ഷം കുട്ടികളാണ് ഓരോ വർഷവും പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്? ആ കുട്ടികൾക്കെല്ലാം ഇവിടെ അവസരം കൊടുക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോ സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവിടുന്ന് ഇപ്പം നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് US ന്യൂസിലാൻഡ് അല്ലെ, കാനഡ, ഓസ്ട്രേലിയ, ഇങ്ങനെ ചില യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇങ്ങനെ തിരമാല അടിക്കും പോലെ അങ്ങോട്ട് പോവാണ് ആൾക്കാർ, കുട്ടികൾ തിരമാല അടിക്കും പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ തിരമാലകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ തിരമാലക്ക് എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ തിരമാല അടിച്ച് കരയുടെ തീരത്തെത്തി കഴിഞ്ഞാല് ആ തിരമാല എന്താ ചെയ്യാ? ആ തിരമാല തിരിച്ച് കടലിലേക്ക് തന്നെ പോകും. ഇതൊരു പ്രതിഭാസമാണ് അല്ലെ. ഇങ്ങനെ കയറി വരാറുണ്ടോ? ഒരിക്കൽ കയറി വന്നിട്ടുണ്ട്, അതാണ് സുനാമി അല്ലെ. കയറി വന്നിട്ടുണ്ടെങ്കിൽ കുറെ ആളെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ സാധാരണ അങ്ങനെ സംഭവിക്കില്ല. അതുപോലെയാണ് ഇപ്പൊ ഇവിടുന്ന് കേരളത്തിന് കുട്ടികൾ മുഴുവൻ തിരമാലകൾ അടിക്കും പോലെ ഇങ്ങനെ ന്യൂസിലൻഡിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഈ തിരമാലക്ക്, ഇത് തിരിച്ചിങ്ങോട്ട് വരും കേട്ടാ അല്ലെ. തിരമാല തിരിച്ചു വരില്ലേ, ഇങ്ങോട്ട് കടലിലേക്ക് തന്നെ വരില്ലേ. അതുപോലെ ഇപ്പൊ പോയ ആളുകൾക്കൊന്നും അവിടെ ഇപ്പൊ ജോലി കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അവിടെ പോയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് പല വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, അവിടുത്തെ പള്ളികളുടെയൊക്കെ മുമ്പിലൊക്കെ പോയി നിന്നിട്ട് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന കുട്ടികളെ നമ്മൾ ഇവിടുന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവിടെയും അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നല്ലൊരു പ്രൊഫഷൻ എന്നുള്ള നിലയിൽ, ഒരു കരിയർ എന്നുള്ള നിലയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന, വളർന്നു വരുന്ന പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇത് പ്രൂവൺ ഇൻഡസ്ട്രിയാണ്. ഇത് നമ്മൾ ഇവിടുന്ന് കഥ പറയുന്നില്ല, സോറി. വേൾഡ് അംഗീകരിച്ചതും ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ പ്രൂവ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
ഇതിലൂടെ നിരവധി കോടാനുകോടീശ്വരന്മാരെ അല്ലെ സൃഷ്ടിച്ച ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നിരവധി രാജ്യങ്ങളിൽ ഇതിന് മിനിസ്ട്രിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്താണ് ഇത് അല്പം വൈകിപ്പോയത്. വൈകിപ്പോയതിന് നമുക്ക് നന്ദി പറയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കാണല്ലോ ഇപ്പൊ ഈ അവസരം കിട്ടിയത് അല്ലെ. നേരത്തെ ഇതൊക്കെ ഇവിടെ അംഗീകാരമൊക്കെ വന്നിരുന്നെങ്കിൽ നമ്മൾക്കൊക്കെ ഒന്നും ഈ അവസരം കിട്ടില്ലായിരുന്നല്ലോ അല്ലെ. അതുകൊണ്ട് ഇപ്പൊ ഇത് അംഗീകരിച്ചതും ഇപ്പം ഇതിന് അവസരം കിട്ടിയതും നമ്മുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം നമ്മളാണ് ഇതിനകത്ത് ഹീറോസ് ആയിട്ട് മാറാൻ പോകുന്ന ആളുകൾ. ഇപ്പോഴാണല്ലോ ഇതിന് അംഗീകാരം കിട്ടിയത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹമുള്ളവരാണ്, പുണ്യം ചെയ്തവരാണ്, ഭാഗ്യവാന്മാരാണ്. ഈ അവസരത്തിൽ ഗവൺമെന്റ് ഒക്കെ ഇതിനെ അംഗീകരിക്കുകയും നിയമം കൊണ്ടുവരികയും ഒരു ലീഗലാക്കി മാറ്റുകയും ചെയ്ത ഒരു ഇൻഡസ്ട്രിയിലെ നമ്പർ 1 കമ്പനി, നമുക്ക് അഭിമാനിക്കാം, നമ്പർ 1 കമ്പനിയായ ബയോട്ടോറിയത്തിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട. ഇതേ പോക്ക് പോവുകയാണെങ്കിൽ ഇന്ന് 13ാം സ്ഥാനത്തേക്ക് നമ്മുടെ കമ്പനിക്ക് എത്താൻ വേണ്ടി സാധിച്ചു. 5 വർഷം കഴിഞ്ഞു കമ്പനി വന്നിട്ട് ഡയറക്ട് സെല്ലിംഗിലേക്ക്. 5 വർഷം കൊണ്ട് 13ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ പ്ലാനിങ്ങുകളും നമ്മളെ വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ടോപ്പ് നമ്പർ 1 കമ്പനിയാക്കി ഈ ബയോട്ടോറിയത്തെ മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ രീതിയിലാണ് നമ്മുടെ മാനേജ്മെന്റിന്റെ പോക്ക് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ബയോട്ടോറിയം വന്നപ്പോൾ വെറും കേവലം 4 ഉൽപ്പന്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു റിസ്റ്റ് ബാൻഡ് കയ്യിൽ ഇപ്പം കെട്ടി വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ. ഒരു റിസ്റ്റ് ബാൻഡ് ഉണ്ടായിരുന്നു, ഒരു വാട്ടർ എനർജി പാഡ് ഉണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ എപ്പോഴും എന്റെ സന്തത സഹചാരിയെ പോലെ എന്റെ കൂടെ ഉണ്ടാവും. കിടക്കുമ്പോൾ ബെഡ്റൂമിൽ ഉണ്ടാവും, യാത്ര ചെയ്യുമ്പോൾ എന്റെ ബാഗിൽ ഉണ്ടാവും, ഞാൻ ഇരിക്കുമ്പോൾ എന്റെ അടുത്ത് ഉണ്ടാവും. മനസ്സിലായ? അതാണ്. അപ്പൊ ഇതാണ് അടുത്തത് അല്ലെ, വാട്ടർ എനർജി പാഡ്. പിന്നെന്താണ്, ഒരു പില്ലോ പാഡും ഒരു മാട്രസ് പാഡും. ഈ 4 ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. ഈ 4 ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഏകദേശം 300-ൽ പരം കോടീശ്വരന്മാരെ ഫാസ്റ്റസ്റ്റ് കരോർപതി മേക്കിംഗ് കമ്പനി എന്നുള്ള നിലയിൽ അശോക സ്തംഭ അവാർഡ് പോലും വാങ്ങിച്ചുകൊണ്ട് ഇന്ന് വരെയും ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തെടുത്ത കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. അത്ഭുതമല്ലേ ഇത് അല്ലെ? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ കോടികളൊക്കെ നേടിയ ആളുകൾ എത്രയോ പേരുണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ എത്രയോ വർഷങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് 1 CR അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ അതല്ല, 10 മാസം കൊണ്ട് എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം പ്ലാനിന്റെ അല്ലെ മഹത്വം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ കൊടുക്കുന്ന ഈ പ്രോഡക്റ്റിന്റെ റിസൾട്ടും കൂടി അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി പരസ്പര പൂരകങ്ങളായിട്ട് വർക്ക് ചെയ്തപ്പോ അല്ലെ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എക്സ്ട്രാ ഓർഡിനറി, ഇൻകം പ്ലാൻ അതിനേക്കാളും മെച്ചം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അല്ലെ വലിയൊരു ഇൻകത്തിലേക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി സാധിച്ചെന്നുള്ളതാണ്. അതാണ് ഡയറക്ട് ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് നിലവിലുള്ള ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കോളൂ, എല്ലാം നല്ല പ്രൊഡക്റ്റുകളാണ്. ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് മോശം പറയാൻ പറ്റില്ല, നല്ല പ്രൊഡക്റ്റുകൾ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് റിലീഫ് കിട്ടുന്ന അല്ലെ, പെട്ടെന്ന് തന്നെ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന, വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഡെമോയിലൂടെ ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അത് കൃത്യമായി പഠിച്ചെടുത്തുകൊണ്ട് ഡെമോ കൃത്യമായി ചെയ്തുകൊണ്ട് നമ്മുടെ റിസൾട്ട് വീഡിയോസ് അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ കോൺസെപ്റ്റ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ചാൽ അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് സെയിൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇത് കാട്ടുതീ വളരുന്നത് മാതിരി ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല മേഖലകളിലും എല്ലാ പ്രദേശങ്ങളിലും അതിശക്തമായിട്ട് ബിസിനസ് നടക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എല്ലാ മേഖലകളും എല്ലാ സംസ്ഥാനങ്ങളിലും വേരുറപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഒരു സമയം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ജനഹൃദയങ്ങൾ ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം അത്രയും റിസൾട്ട് അല്ലെ, ജീവിതം തീർന്നു, ഇനി ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ ആളുകൾ ഇന്നും പുലിക്കുട്ടികളെ പോലെ ഓടി നടന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബയോട്ടോറിയം ഉൽപ്പന്നത്തിന്റെ അല്ലെ അത്ഭുതമല്ല, ദൈവകാരുണ്യമല്ലാണ്ട് എന്തു പറയാനാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇതിനൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ബയോട്ടോറിയം പ്രൊഡക്ട്സ്. ഒരു സംശയമില്ല. ഇതിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സംശയമില്ലാതെ ആരൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ അവർക്കെല്ലാം വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞു ഫീൽഡ് വിഷമുള്ളതാണ് ഫീൽഡ്.
ഫീൽഡ് വന്നാൽ ഇപ്പോഴും നമ്മൾ കാട്ടിലേക്ക് പോകും പോലെ തന്നെയാണ് ഇല്ലേ. കാട്ടിൽ പോയാൽ പാമ്പ് കടിക്കാം ഇല്ലേ, അവിടെ കടുവ ഉണ്ടാവാം, സിംഹം ഉണ്ടാകാം, ഇതൊക്കെ നിങ്ങളെ പിടിച്ചു തിന്നാം സാധ്യതയുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ കാട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഫീൽഡിലേക്ക് പോകുന്നത്. അവിടെ എത്തുമ്പോ പാമ്പിന്റെ കടിയേൽക്കാതെ അല്ലെങ്കിൽ സിംഹത്തിന്റെ വായിൽപ്പെടാതെ തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധിക്കണം. അത് മാറും, ഒരു സംശയം വേണ്ട. അത് മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രൊഡക്റ്റ് സൂപ്പർ. ആ 3-4 പ്രൊഡക്റ്റിൽ നിന്നും ഇന്ന് എത്ര പ്രൊഡക്ട്സിലേക്ക് വന്നു എന്നുള്ളതാണ്. മോർ പവർ വന്നു, അൾട്രാബറി ജ്യൂസ് വന്നു ഇല്ലേ. അതുപോലെ തന്നെ ബയോമാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ, നിരവധി ഉൽപ്പന്നങ്ങൾ വന്നു. നമ്മളെ ഈ ഹീലിംഗ് പാഡ് മുതൽ വെരിക്കോസ് പാഡ് മുതൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെയും ഇല്ലേ റിപ്പയർ ചെയ്യുന്ന മുതലുള്ള നിരവധി ബാക്ക് പെയിൻ ഉള്ള പ്രൊഡക്റ്റുകൾ, അങ്ങനെ ഒത്തിരി ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ നിരവധി ഉൽപ്പന്നങ്ങൾ വന്നു. മോർ പവറും അൾട്രാബറി ജ്യൂസും ഈർപ്പശുവിന്റെ നെയ്യ് ഇല്ലേ, ഇത്ര ഉൽപ്പന്നങ്ങൾ വന്നു. ഇപ്പോ ഇതെല്ലാം ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഓരോന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഓരോന്ന് റീപർച്ചേസിലൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ വലിയൊരു ഹ്യൂജ് ഇൻകം കിട്ടുന്ന ഒരു റീപർച്ചേസ് ഇൻകം കൂടി ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു കമ്പനി. നമുക്കറിയാം തുടക്കത്തിൽ വെറും 5025 രൂപയാണ് ഒരു ഫാമിലി ബോണസ് ചെയ്യുമ്പോൾ അന്ന് കിട്ടിയിരുന്നത് 100 PV ചെയ്താൽ. ഇന്നിപ്പോ 5025 രൂപക്ക് പകരം നമുക്ക് കിട്ടുന്നത് 6820 രൂപയാണ്. നോക്കണ വ്യത്യാസം. പല കമ്പനികളും വരുമാനം കുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബയോട്ടോറിയം എപ്പോഴും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്താണ് ബയോട്ടോറിയത്തിന്റെ MD സാഗർ ജോഷി സാർ നിന്നിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എങ്ങനെ കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അദ്ദേഹം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5025 നിന്ന് 6820 വന്നു. ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 440 രൂപ തന്ന സ്ഥാനത്ത് ഇന്ന് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 6500 രൂപയാണ് കൊടുക്കുന്നത്. എത്ര ശതമാനമാണ് ഇതിന്റെ വർധനവ് അല്ലെ? അത് കാൽക്കുലേറ്റർ കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അല്ലെ. 440 രൂപ 6500 രൂപ ആയി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം അല്ലെ? 100% എന്ന് പറഞ്ഞാൽ 880 രൂപയാവുള്ളൂ. നേരെ ഇരട്ടി വർധനവ് അല്ലെ. നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി എത്ര ശതമാനമായി. അപ്പൊ അത്രയും ഹ്യൂജ് ഇൻകം തരുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. ഒരു സംശയമില്ല കാര്യത്തിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ 6820 രൂപയുടെ ഫാമിലി ബോണസിലേക്ക് വന്നു. ഒരു ദിവസം നമുക്ക് ഏകദേശം 30,000 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം. അതാണ് ബൂസ്റ്റർ ബോണസിന്റെ പ്രത്യേകത. ആരാണോ വർക്ക് ചെയ്യുന്നത്, ആരാണോ ഫീൽഡിലേക്ക് പോകുന്നത്, ആരാണോ എൻട്രി എടുക്കുന്നത്, അവർക്ക് കൂടുതൽ വരുമാനം കൊടുക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ബൂസ്റ്റർ ബോണസ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം 100 PVയുടെ ബിസിനസ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 14,900 രൂപ കിട്ടുന്ന ഒരു പ്ലാനാണ് ഇപ്പൊ നിലവിലുള്ളത്. ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ കിട്ടും 14,900 രൂപ. 100 PVയുടെ ബിസിനസ് ഒരേ സമയത്ത് വെച്ചാൽ 14,900 രൂപ കിട്ടുന്ന ബൂസ്റ്റർ ഇൻകം നമുക്ക് ഇപ്പൊ നിലവിൽ വന്നു കഴിഞ്ഞു. സീലിംഗ് അടിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പൊ അത്രയും കിട്ടത്തുള്ളൂ അല്ലെ, അത്രയും കിട്ടത്തില്ല. 14,700 ചില്ലാൻ രൂപയാണ് കിട്ടുന്നത്. പക്ഷെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം എന്നുള്ള നിലയിലേക്കാണ് അത് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് സാഗർ സാർ നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ദിവസം 30,000 രൂപയോളം ഏകദേശം മിനിമം ടീമിലൂടെ ഉണ്ടാകുന്ന വരുമാനം നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. ഒരു ടീമിനെ ബിൽഡ് ചെയ്താൽ 30,000 രൂപ 2 കട്ട് ഓഫിൽ കൂടി 30,000 രൂപ നമുക്ക് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻകം പ്ലാനാണ് മദർ പ്ലാനിൽ നമുക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം വരെ 1 year 1 CR എന്ന മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോകും. അത് പറഞ്ഞപ്പോഴും ആളുകൾക്ക് അത്ഭുതമായിരുന്നു. 1 വർഷം കൊണ്ട് 1 കോടിയോ ഇല്ലേ, അത് നേടാൻ പറ്റുമോ എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടായിരുന്നു. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏകദേശം 110-12ഓളം പേര് 1 CR അധികം വരുമാനം നേടിയ ആളുകളുണ്ട്. ഇനിയും ഒത്തിരി ആളുകൾ ഇപ്പൊ പൈപ്പ്ലൈനിൽ നിൽക്കുന്നുണ്ട്. അടുത്ത വർഷങ്ങൾ 2027 ആകുമ്പോഴേക്ക് നിരവധി പേർ ആ 1 CR എന്ന ഒരു ലെവലിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒത്തിരി ലീഡേഴ്ഷിപ്പ് അതോടടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബെന്നി സാർ വരുന്നുണ്ട്, ഷായി സാർ വരുന്നുണ്ട്, സുരേഷ് സാർ വരുന്നുണ്ട്. അടുത്തടുത്ത് ഓരോ ലീഡേഴ്സും ആ ലെവലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ. അപ്പോ ഒത്തിരി ആളുകൾ ആ 2020-27 ആകുമ്പോഴേക്ക് ആ ലെവലിലേക്ക് വരും. അതിനെല്ലാം വെല്ലുന്ന രീതിയിലാണ് നമ്മുടെ റീപർച്ചേസ് പ്ലാൻ വന്നിരിക്കുന്നത്. റീപർച്ചേസ് പ്ലാനിൽ ഒരു ദിവസം നമുക്ക്, ഞാൻ പറഞ്ഞു 30,000 രൂപയാണ് ഒരു ദിവസം നമുക്ക് ഇപ്പോൾ മദർ പ്ലാനിലൂടെ കിട്ടുന്നെങ്കിൽ റീപർച്ചേസിലൂടെ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു ദിവസം 44,10,000 രൂപയാണ്. ഒരു ദിവസത്തെ കണക്കായി പറയുന്നത് കേട്ടാ, ഒരു വർഷത്തെ കണക്കല്ല. ഒരു ദിവസം 44,10,000 രൂപ. ഇപ്പൊ നമ്മൾ സ്ക്രീൻഷോട്ട് ഇടാറുണ്ട് അല്ലെ, ഞാൻ അടുത്ത സ്ക്രീൻഷോട്ട് ഇടും. മൈ ടുഡേയ്സ് ഇൻകം അല്ലെ 48,000 അല്ലെങ്കിൽ 34,000 അല്ലെ.
24 മണിക്കൂറത്തെ എന്റെ വരുമാനം അത്രയാണെന്ന് പറഞ്ഞ് ഞാൻ സ്ക്രീൻഷോട്ട് ഇടാറുണ്ട്. ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു സ്ക്രീൻഷോട്ടിൽ നമുക്ക് ഒരു ദിവസത്തെ വരുമാനം 44 lakhs, 44 ലക്ഷം രൂപ സ്ക്രീൻഷോട്ട് ഇടാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വളരെ മാറാൻ വേണ്ടി പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആർക്ക് ചിന്തിക്കാൻ പറ്റും ഒരു ദിവസം 44 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന എന്തെങ്കിലും പ്രൊഫഷൻ, എന്തെങ്കിലും ജോലി ഇല്ലേ നമ്മുടെ നാട്ടിലുണ്ടോ? പറയൂ. നമ്മളിവിടെ ഇരിക്കുന്ന നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ, വളർത്തിയാൽ അവർക്ക് ഒരു ദിവസം 44 ലക്ഷം രൂപ കിട്ടുന്ന ജോലി കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? വളരെ അപൂർവമാണ് അല്ലെ? ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, വളരെ അപൂർവത്തിൽ അപൂർവമാണ്. 1% പോലും സാധ്യതയില്ല അല്ലെ? ആലോചിച്ച് നോക്കണം. ഒരു വർഷം 44 ലക്ഷം ഇൻറ്റു 44,10,000 ഇൻറ്റു 360 ഡേയ്സ് എന്ന് പറയുമ്പോൾ 161 കോടി, 162 കോടി രൂപയോളം, 161 കോടി സംതിങ് ആണ് വരുന്നത്. 162 കോടി രൂപയോളം ഒരു വർഷം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഈ പറഞ്ഞു നടക്കുന്ന ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. ഇതൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല പലർക്കും. ഇപ്പോഴും ഈ ഫാമിലി ബോണസ് എന്ന് പറയുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഫാമിലി ബോണസ് ഒരു ഹമ്പാണ്, മനസ്സിലായത്? നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നാട് റോഡിൽ ഒരു ഹമ്പ് ഉണ്ടാവും ഇല്ലേ? അപ്പൊ അവിടെ ഹമ്പിന്റെ മുകളിൽ എത്തുമ്പോൾ വണ്ടി എന്ത് ചെയ്യണം? സ്പീഡ് കുറച്ചിട്ട് അവിടെ നിൽക്കും, എന്നിട്ട് വേണം ഇങ്ങനെ കയറി അടുത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ? ഈ ഫാമിലി ബോണസ് എന്ന് പറയുന്ന ഹമ്പിൽ തട്ടിയിട്ട് നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് നിങ്ങൾ കുറച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഈ പറയുന്ന 44 ലക്ഷം എന്ന് പറയുന്ന അതിലേക്ക് അവസരത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇതൊക്കെ നടക്കുമെന്ന് വെച്ചാൽ ഇത് നടന്നിരിക്കും, ഒരു സംശയം വേണ്ട. ഇതൊക്കെ ആർക്കും കിട്ടുമോ? കിട്ടും, ഒരു സംശയം വേണ്ട. നിങ്ങൾ കണ്ടോ? അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇടുന്ന ദിവസം വിദൂരായിരിക്കില്ല സുഹൃത്തുക്കളെ, ഒരു സംശയം വേണ്ട. കാരണം ആ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ വരാൻ വേണ്ടി പോവാണ് ബയോട്ടോറിയത്തിൽ. ഇതെല്ലാം നേടാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ഈ 44 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ആരും പുറകോട്ട് നിൽക്കണ്ട കേട്ടാ. നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും. ഇതിന് വലിയ ടീമിന്റെ ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ടീമിലൂടെ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാം. ഇതെല്ലാം ഓരോ ദിവസവും ചെയ്യേണ്ട സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട പ്രവൃത്തിയിലൂടെ നമുക്ക് നേടിയെടുക്കാം. ഓരോ ദിവസവും നിങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു 3, 4, 5 വർഷത്തിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നാളെ സുപ്രഭാതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിലേക്ക് ഉൽപ്പന്നങ്ങൾ വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മുടെ സാഗർ സാർ പങ്കെടുത്ത അല്ലെ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. സീബക്ത്രോൺ എന്ന് പറയുന്ന അല്ലെ ഉൽപ്പന്നം വരാൻ വേണ്ടി പോവാണ്. സീബക്ത്രോണിനെ കുറിച്ച് ഡോക്ടർ മേഡത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ആ മേഡമാണ് ഇതിനെ കുറിച്ച് സംസാരിച്ചത്. ഡോക്ടറാണ് അവരൊരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ അവര് അതെ അതെ അതില് പലരും നമ്മുടെ ടീമിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ഉൽപ്പന്നത്തെ കുറിച്ച്. ആ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഉൽപ്പന്നമാണ്. വേൾഡിൽ തന്നെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ് സീബക്ത്രോൺ. സീബക്ത്രോൺ നമ്മൾക്ക് പലരും ഇവിടെ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. നേരത്തെയും പല കമ്പനികളിലും ആ ഉൽപ്പന്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഉൽപ്പന്നമാണ് നമ്മുടേത്. നേരത്തെ വന്നതെല്ലാം തന്നെ ജ്യൂസ് മോഡലാണ് വന്നിരിക്കുന്നത്. ജ്യൂസ് ആണ് അത് വന്നിരിക്കുന്നത്. അതിൽ വെള്ളം ചേർത്തിട്ടാണ് വരുന്നത്. നമ്മളിത് വരുന്നത് കൃത്യമായി പൾപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്, മനസ്സിലായ? അതോടൊപ്പം നമ്മുടെ ടാബ്ലറ്റ് രൂപത്തിൽ, എന്താ പറയാ, മിഠായി രൂപത്തിലുള്ള സാധനം വരുന്നുണ്ട്, ചോക്ലേറ്റ് രൂപത്തിലുള്ളത്. അതിങ്ങനെ ചവച്ചരച്ചിട്ട് കഴിക്കാം. 2 മോഡലാണ് വരാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ചോക്ലേറ്റ് മോഡല്, അടുത്തത് പൾപ്പ് മോഡല്. ഇതിന്റെ വില എത്രയാണ് ഫിക്സ് ചെയ്ത് വന്നിട്ടില്ല. ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്, മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റോട് കൂടിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉൽപ്പന്നമാണ്. സർവ്വരോഗ സംഹാരണി എന്ന് തന്നെ പറയാം. എല്ലാവർക്കും അത് ഉപയോഗിക്കാം. ഷുഗർ ഏറ്റവും ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് വീഡിയോസ് എല്ലാം കഴിഞ്ഞ ഗ്രൂപ്പുകൾ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കും. omega-3 അല്ലെ, omega-3 ഉണ്ട്, omega-6 ഉണ്ട്, omega-7 ഉണ്ട്, omega-9 ഉണ്ട്. ഇത് സാധാരണ ഒരു ഫ്രൂട്ട്സിൽ ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി നൽകുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് നമ്മുടെ ഈ പറയുന്ന സീബക്ത്രോൺ എന്ന് പറയുന്നത്. നമ്മുടെ ഓറഞ്ചിൽ 3.64% ഉണ്ടാകും. ഇതിനകത്ത് ഏകദേശം 63%, 63%-ലധികം ഓറഞ്ചിൽ ഏറ്റവും കൂടുതലുണ്ട്. അതിനെ കൂടുതൽ വൈറ്റമിൻ സി നൽകുന്ന പ്രൊഡക്റ്റ് ആണ് സീബക്ത്രോൺ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താ ഒരു അമൃതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ? അമൃതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ചരിത്രമൊക്കെ അവരോട് പറയുന്നുണ്ടായിരുന്നു. പുരാണത്തിലെ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ? അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി സാധിക്കും.
ഗർഭിണികൾക്ക് ജ്യൂസ് കൊടുക്കാമല്ലോ. ഗർഭിണികൾക്ക് നമ്മുടെ ചോക്ലേറ്റ് മോഡലുള്ള അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇതിനോടൊപ്പം തന്നെ സ്ലീപ്പ്, നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റും കൂടെ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. അത് ഞാൻ എനിക്ക് അന്ന് പോയപ്പോൾ ഓഫീസിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് നല്ല ഉറക്കമാണ്, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ചോക്ലേറ്റ് മോഡൽ. അപ്പൊ അത് മകന് കൊടുത്തിട്ട് അവന് ഉപയോഗിച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ല ഉറക്കം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റും കൂടെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അതൊന്നും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. അപ്പൊ ഈ 2-3 പ്രൊഡക്റ്റ് സീബക്ത്രോൺ ബേസ് ചെയ്തിട്ട് വരാൻ മതി. ഇതിന്റെ പ്രൈസ് ഒക്കെ അടുത്ത ദിവസം വരും. നല്ല രീതിയിൽ നമുക്ക് ഓരോ വീടുകളിൽ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റാണ്. ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആണ് സീബക്ത്രോൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ അത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ കുറെ കസ്റ്റമേഴ്സിനെ നമുക്ക് റെഗുലർ ആയിട്ട്, നമുക്ക് എപ്പോഴും വിജയിക്കാൻ റെഗുലർ കസ്റ്റമേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണതല്ല. കുറച്ച് കസ്റ്റമേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക, റെഗുലർ കസ്റ്റമേഴ്സിനെ. ആ റെഗുലർ കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ അവർക്ക് ഡെയിലി നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അവരെല്ലാം പ്രൊഡക്റ്റ് വാങ്ങും. ഒരു 10 കസ്റ്റമറെ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ 10 കസ്റ്റമറിലേക്ക് നമുക്ക് ഡെയിലി പ്രൊഡക്റ്റ് കൊടുക്കുക. ഡെയിലി അല്ല, മന്ത്ലി ഒരു തവണയെങ്കിലും അവർക്ക് കൊടുക്കുക. മാസത്തിൽ ഒരു തവണ റീപർച്ചേസ് വരുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുക. അപ്പൊ 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് മെല്ലെ അത് 100 കസ്റ്റമർ ആയി മാറാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ടീം വളരുന്നതിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, സെയിൽസ് കൂടി വരും. അപ്പൊ നമുക്ക് എപ്പോഴും വേണ്ടത് ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുക. ആ കസ്റ്റമറിലൂടെ നമുക്ക് മെല്ലെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഇതിന് വിജയിക്കാനുള്ള വഴി എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞത്, ഇന്നിപ്പം മാർച്ച് 23 ഇത് നമ്മുടെ കേരള ബയോടൂറിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സെറ്റിങ്സ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് മുതൽ ജൂൺ 30 വരെ വരുന്ന 100 ദിവസം, 100 ഡേയ്സ് 100 ടീം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. അതാ ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് നമ്മളൊരു പുനർജന്മമാണെന്ന് ഇവിടെ നിങ്ങൾ കരുതിക്കൊണ്ടെടുത്തോളൂ. 100 ഡേയ്സ് 100 ടീം, 100 ദിവസം കൊണ്ട് 100 പേരുടെ ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യും. എല്ലാവരും അത് ശ്രദ്ധിക്കണം. അതിന്റെ പിക്ക് ഞാനിപ്പോ ഇറക്കാൻ വേണ്ടി പോകുന്നു. ഈ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് എല്ലാ ഗ്രൂപ്പിലേക്കും പിക്ക് പോകും. 100 ഡേയ്സ് 100 ടീം, 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം, 100 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ തന്നെ ചിലപ്പോൾ 10-30 പേര് നിങ്ങളുടെ ജീനിയസിലും 20 പേര് വിന്നറിലും കാണാം, അല്ലെ? 10 പേര് ജീനിയസിലും 10 പേര് വിന്നറിലും കാണാം. ചിലപ്പോൾ 5 പേരുള്ളവർ കാണാം, ചിലപ്പോൾ 100 പേരുള്ളവരും കാണാം. 100 പേരുള്ളവർ ഇനി വെറുതെ ഇരിക്കാനല്ല പറയുന്നത്. 100 പേരുള്ളവർ എന്ത് ചെയ്യണം, അടുത്ത ഒരു പുതിയ 100 പേരെയും കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ 5 പേര് നിങ്ങളുടെ ജീനിയസിലും 5 പേര് വിന്നറിലും ഉണ്ടെന്ന് ഇരിക്കാം. അവരോടും പറയുന്നത് ഇത് തന്നെയാണ്. എന്താ ചെയ്യാ, 100 പേരുടെ ഒരു ടീമിനെ ഈ 100 ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. 100 പേര് എന്ന് പറഞ്ഞാൽ 100 പേര് ജീനിയസിൽ വരണം, 100 പേര് വിന്നർ സൈഡിൽ വരണം. അപ്പൊ ഒരു ദിവസം എത്ര സെയിൽ വേണം? 2 സെയിൽ. പറ്റില്ലേ? ഇല്ലേ? ഒരു ദിവസം 2. നിങ്ങൾ ഒരു ദിവസം 2 പേരെ ഫോക്കസ് ചെയ്യാം. 2 വ്യക്തികളാ. രാവിലെ മുതൽ ഉച്ച വരെ ആ വീട്ടിൽ ഇരുന്നു. നമ്മള് കാശ് മേടിക്കാണ്ട് അവിടുന്ന് പോകരുത്. അവർക്ക് ഊണ് കഴിക്കാനാകുമ്പോൾ അവരെങ്ങനെയും കാശ് എടുത്ത് തന്നോളൂ. എന്നാൽ ഇവരെ പൂർത്തിട്ടുമല്ലോ, എന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട്, ഇല്ലേ? അതുകൊണ്ട് ഉച്ച വരെ അവിടെ ഇരിക്കുക, ഉച്ചയ്ക്ക് ശേഷം അടുത്ത വീട്ടിലിരിക്കുക. അപ്പൊ 2 സെയിൽ നിങ്ങൾ ഒരു ദിവസം ചെയ്താൽ 100 ദിവസം കൊണ്ട് എത്ര സെയിലായി? 200 സെയിലായില്ലേ? ഇല്ലേ? അപ്പൊ ജീനിയസിലും 100 പേരുണ്ടാവും, വിന്നർ സൈഡിലും 100 പേരുണ്ടാവും. ആർ യു റെഡി? ഒറ്റ ചോദ്യം. ആർക്കെങ്കിലും പറ്റുമോ? പറ്റുമെങ്കിൽ ആ ചാറ്റ് ബോക്സ് കയറിയിട്ട് ഒന്ന് എസ് അടിക്കുക. പറ്റൂലെങ്കിൽ ഒന്ന് എസ് അടിച്ചോ കേട്ടാ. പറ്റൂലെങ്കിൽ എസ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എസിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ അതിനുള്ള പ്രവർത്തനമാണ് തുടങ്ങുന്നത്. അടുത്ത 100 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ടീമിൽ 200 പേര്, 100 പേര് ജീനിയസിലും 100 പേര് ഉണ്ടാകണം. അതൊരു 100ാമത്തെ ദിവസം പോയാലൊന്നും നടക്കൂല. ഇന്ന് തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങണം. അതിനു വേണ്ടിയിട്ട് ആരെയൊക്കെ കാണണം, എപ്പോ കാണണം, അവരുടെ സമയം ചോദിച്ചുകൊണ്ട് അവരുടെ സമയത്തിനനുസരിച്ച് പോയി കണ്ടിട്ട്. ഇപ്പൊ നിങ്ങളുടെ ടീമിൽ 5 പേര് ഇപ്പൊ ജീനിയസിൽ ഉണ്ടെന്നിരിക്കാം, 5 പേര് വിന്നറിലുണ്ട്. ഈ 5 പേരും ഇത് ചെയ്യുകയാണെങ്കിലോ 500 പേരായോ, അല്ലേ? 5 പേരും ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിൽ 500 പേര് ജീനിയസിലും 500 പേര് വിന്നർ സൈഡിലും ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? 10 പേരുണ്ടെങ്കിൽ എത്ര പേരുണ്ടാവും? 1000 പേരുടെ ടീം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ 100 ദിവസം കൊണ്ട് 100 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ദൗത്യവുമായിട്ട് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് എനിക്ക് ഈ സുപ്രഭാതത്തിൽ അഭ്യർത്ഥിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ പറയുന്ന രീതിയിലുള്ള 44 lakhs നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 100 പേരുടെ ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്താൽ
ഈ പറയുന്ന സീബക്ത്രോൺ വന്നു. ഇനി അടുത്തത് നമ്മുടെ കുർക്കുമിൻ വരാൻ വേണ്ടി പോവാണ്. കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, മഞ്ഞളിന്റെ അബ്സ്ട്രാക്ട് എടുക്കുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ക്യാൻസർ പ്രൊട്ടക്ട് ഏറ്റവും ബെസ്റ്റ് ആണത്. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ പേഷ്യൻസിന് ഏറ്റവും ബെസ്റ്റ് ആണ് അല്ലെ, സർവ്വരോഗ സംഹാരണിയാണത്. അതുപോലുള്ള പ്രൊഡക്ട്സുകൾ വരാൻ വേണ്ടി പോകുന്നത്, പ്രോട്ടീൻ പൗഡറുകൾ വരാൻ വേണ്ടി പോകുന്നത്, ടെക്സ്റ്റൈൽ ഐറ്റംസ് വരാൻ വേണ്ടി പോകുന്നത്, നമ്മളെ FMCG ഡെയിലി യൂസിനുള്ള പേസ്റ്റ്, സോപ്പ്, ഷാമ്പു ഇതുപോലുള്ള പ്രൊഡക്ട്സുകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ സാറ് കഴിഞ്ഞ ദിവസം ഒരു ചിത്രം കൂടി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിലേക്കും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ചിലർക്കൊക്കെ മനസ്സിലായി കാണുന്നത് അത് റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻകം അല്ല കേട്ടോ. അത് വേറൊരു ലെവൽ, അത് ലെവൽ ബേസിൽ കിട്ടുന്ന ഒരു ഇൻകമാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അത് വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അത് നമ്മൾ ദിവസേന കടകളിൽ നിന്നും പല ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെ വരവിനെ നമുക്ക് ചെലവാക്കി മാറ്റാൻ, ചെലവിനെ നമുക്ക് വരവാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് ആണ് സാർ അവിടെ എടുത്തിരിക്കുന്നത്. അത് വരും അടുത്ത ദിവസങ്ങളിൽ. നമ്മൾ അടുത്ത പ്രദേശത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകള്, ജ്വല്ലറികള്, മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിലൂടെ ഒരു ഇൻകം 10 ലെവലിലേക്ക് മുകളിലേക്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു വേറൊരു പ്ലാനാണ്. അത് നമ്മൾ ഈ റീപർച്ചേസ് ആയിട്ട് ബന്ധമില്ല, അത് വേറൊരു പ്ലാനാണ് വരാൻ വേണ്ടി പോകുന്നത്, ലെവൽ ഇൻകം എന്ന് പറയുന്നത്. അത് പെട്രോൾ പമ്പ് വരെ നമുക്ക് അതിനകത്തേക്ക് ഏഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനങ്ങൾ വേറെ ലെവലിൽ വരാൻ വേണ്ടി പോവാം. അതിന്റെ സ്ട്രക്ചർ വരുന്നേ ഉള്ളൂ, അത് വരട്ടെ. അത് വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. അങ്ങനെ വേറൊരു പ്ലാനും കൂടെ സാറിന്റെ മനസ്സിലുണ്ട്. അതിന്റെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അടുത്ത പരിസര പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ഷോപ്പുകളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു സർട്ടൻ പെർസെന്റേജ് കമ്പനിയായിട്ട് ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന സംവിധാനമാണ് അവിടെ വരാൻ വേണ്ടി പോകുന്നത്. അത് വേറെ രീതിയിൽ വരും. ഇപ്പൊ റീപർച്ചേസിലൂടെ നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ അസോസിയേറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ, ടിവിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 161 കോടി രൂപയോളം 162 കോടിയോളം നേടാൻ വേണ്ടി സാധിക്കുന്നത്. അതിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ പറയാം, നമ്മൾക്ക് ഒരു ഫാമിലി ബോണസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ പറയാറുണ്ട് അല്ലെ, ഫാമിലി ബോണസ് കിട്ടണമെങ്കിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഈ 162 കോടി എന്ന് പറയുന്ന ഈ വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ആദ്യം വേണ്ടത് 100 പേരുടെ ടീം. ഇതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. 100 100 100. ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉറക്കത്തിലും പറയാം 100 100 100 100 100. മനസ്സിലായ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് വട്ടായോ എന്ന് ചോദിക്കും ഭർത്താവ് അല്ലെ, അല്ലെങ്കിൽ ഭാര്യമാര് ചോദിക്കും നിങ്ങൾക്ക് എന്താ ഭ്രാന്ത്, എന്ത് 100ന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 100 100 100 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീനിയസിൽ ഒരു 100 പേര്, വിന്നർ സൈഡിൽ ഒരു 100 പേരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഹ്യൂജ് ഇൻകത്തിലേക്ക് എത്താം. അതാണ് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അടിത്തറ 100ആണ്. ഈ 100 പേരുടെ ടീമിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ്. നമ്മളെ വാർഡ് തന്നെ ഉണ്ടാവും 1500 വോട്ടർമാർ അല്ലെ. ഒരു വാർഡിൽ 1500 വോട്ടർമാരുണ്ട്. 2 വാർഡ് എടുത്താൽ 3000 പേരായി. അതിൽ നിന്ന് ആകെ വേണ്ടത് 200 പേരാണ് നമുക്ക്. ആ രീതിയിലേക്ക് ചെറിയ പാക്കേജസ് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ നമ്മളെ 19,300 അല്ലെങ്കിൽ 24 സംതിങ്ങോ ഒന്നും കൊടുക്കണ്ട അവർക്ക് വെറും 4800 നമ്മുടെ ഒരു അൾട്രാബറി ജ്യൂസും മോർ പവർ ഉള്ള ഒരു പാക്കേജ് ഉണ്ട്. 4800 കൊടുക്കും. എന്നിട്ട് അവരോട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ. അവര് 2 ക്രൈറ്റീരിയ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരാഴ്ച കൊണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ്, 2 പേരെ കൊണ്ടുവന്നിട്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ മാട്രസ് പാഡ് സൗജന്യമായിട്ട് കിട്ടുകയും ചെയ്യും. അത് കാശ് കൊടുക്കാതെ അവർക്ക് ഉപയോഗിക്കാനും പറ്റും ഇല്ലേ, ഫ്രീ ആയിട്ട് കിട്ടും. 10,000-3000 രൂപ അടച്ചാൽ മതി എന്ന് തോന്നുന്നതിന്. അപ്പൊ ആ രീതിയിൽ ചെറിയ ചെറിയ പാക്കേജസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ആളുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ റീപർച്ചേസിലേക്ക് സോപ്പ്, പേസ്റ്റ്, ഷാമ്പു ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നു. ഈ പറഞ്ഞ രീതിയിലുള്ള ഗീർ പശുവിന്റെ നെയ്യ് വരുന്നു. ഇതൊക്കെ വീടുകളിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്. ഇനിയിപ്പോ നമ്മുടെ സീബക്ത്രോൾ വരുന്നു. ഇങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റുകളും ഓരോരുത്തരും ഓരോ PBയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്യാൻ ഒരു മാസമുള്ള റീപർച്ചേസ് വരുന്നു. ഓരോ മാസവും ഒരു PBയുടെ ഉൽപ്പന്നം പോവാണ് നിങ്ങൾക്ക് ഒരു PBക്ക് 630 രൂപ എന്ന് വെച്ചിട്ട് 63,000 രൂപ നിങ്ങൾക്ക് മാസ വരുമാനം ഉണ്ടാവും. 63,000 രൂപ. ഈ 100 പേരും 10 പേർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അല്ലെ എത്ര പ്രൊഡക്റ്റ് ആയി? അങ്ങനെ പോവുകയാണെങ്കിൽ 2 PBയുടെ സെയിൽ ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ അത് 1,26,000 രൂപയിലേക്ക് എത്തും ഓരോ മാസം. ഇത് ഒരു മാസം മാത്രമല്ല കിട്ടാൻ വേണ്ടി പോകുന്നത്, ഇത് പിന്നീട് റെഗുലർ ഇൻകം ആയിട്ട് വരും. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഓൺലി റിക്രൂട്ട്മെന്റ് ഇൻകം മാത്രമാണ്. ആളുകളെ റിക്രൂട്ട് ചെയ്താൽ മാത്രമേ ഇൻകം ഉള്ളൂ. ആളുകളെ റിക്രൂട്ട് ചെയ്തില്ലെങ്കിലും പുതിയ ആളുകൾ നമ്മുടെ ടീമിലേക്ക് വന്നില്ലെങ്കിലും ഒരു 100 പേരെ മെയിൻറ്റെയിൻ ചെയ്ത്
മാത്രം പോയാൽ പോലും നിങ്ങൾക്ക് ഓരോ മാസവും 1 PV 2 PV ചെയ്യുമ്പോൾ 1.25 ലക്ഷത്തിലധികം രൂപ റെഗുലർ ആയിട്ട് വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. അതാണ് ബയോടോറിയത്തിന്റെ സാധ്യത എന്ന് പറയുന്നത്. ആ 100 പേര് പിന്നെ ഓരോരുത്തരും ഒരു 10 പേരെ കൊണ്ടതായാലും ഒരു 1000 പേരുടെ ടീം അറിയാതെ 2 3 മാസം കഴിയുമ്പോഴേക്ക് 1000 പേരുടെ ടീം ആവുകയാണെങ്കിൽ ഓരോ മാസവും 1 PV ചെയ്യുകയാണെങ്കിൽ 6,30,000 രൂപയിലേക്ക് എത്തും നമ്മുടെ വരുമാനം. 2 PV ആണ് ചെയ്യുന്നതെങ്കിൽ അത് എത്രയായിട്ട് മാറും? 12,60,000 രൂപയായിട്ട് മാറും. ഇതൊക്കെ നടക്കുമെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങളെ മനസ്സിൽ കാണുന്നവർക്ക് നടക്കും. ഇതൊന്നും നടക്കൂലെന്ന് നിങ്ങളുടെ മനസ്സിൽ കണ്ട ഒന്നും നടക്കാനും പോകുന്നില്ല. അതാണ്, ആരൊക്കെയാണോ ഇത് മനസ്സിൽ കാണുന്നത് അവർക്കെല്ലാം ഇത് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാത്തവർക്കൊന്നും ഇത് നേടാൻ വേണ്ടി സാധിക്കില്ല. ഇങ്ങനെ പോകുമ്പോൾ ഒരു 1000 പേരുടെ 2 PV ആണെങ്കിൽ 12,60,000 രൂപ, ഏകദേശം മാസം ഒരു വർഷം 1.5 കോടി രൂപ അല്ലെ? 1.5 കോടി രൂപയോളം നമുക്ക് റെഗുലർ വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അത് പിന്നെ കുറയാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ വീണ്ടും 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 പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വരുമ്പോ അവർക്ക് അതിനനുസരിച്ചുള്ള ടേസ്റ്റുള്ള ഉൽപ്പന്നങ്ങൾ വരുമ്പോ അവർ പല പല ഉൽപ്പന്നങ്ങളിലേക്ക് വരികയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ വലിയൊരു ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബയോടോറിയം. ഇത്രയും ഇൻകം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഇന്ന് നിലവിലുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നേടാൻ പറ്റും. മറ്റു പല കമ്പനിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വരുമാനം കിട്ടണമെങ്കിൽ 3, 4, 5 ഡയറക്റ്റ് റെഫറൽ കൊണ്ടുവരുന്ന സുഹൃത്തുക്കളെ, ഇവിടെ ഒന്നും വേണ്ട. ഇത് വെറും 2 ചാനലിലൂടെ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ജീനിയസ് വിന്നർ ഈ ചാനലിലൂടെയാണ് ഇത്രയും വലിയ ഹ്യൂജ് ഇൻകം കൊടുക്കുന്നത്. 3ാമത്തെ ലൈനും 4ാമത്തെ ലൈനും 5ാമത്തെ ലൈനും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും പല കമ്പനിയിൽ പോയാൽ. ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ക്യാരി ഫോർവേഡ് കിട്ടുന്നു എന്നുള്ളതാണ്. പവർ സൈഡ് ക്യാരി ഫോർവേഡ് അവിടെ ഉണ്ടാവും. മണി സൈഡിൽ നമ്മൾ എപ്പോ വെച്ചാലും അത് മാച്ച് ചെയ്തിട്ട് ഒരു PV പോലും നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമുക്ക് ഇവിടെ വരുമാനം തരുന്നത്. ഇതെല്ലാം തിരിച്ചറിയാം നിങ്ങൾ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു 160ന്റെ ഒരു 10% കിട്ടിയാൽ പോലും ഒരു വർഷം 16 കോടിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇല്ലേ? 1% കിട്ടിയാൽ പോലും 1,60,00,000 ഒരു വർഷം കിട്ടുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ്. അതിന് വേണ്ടത് ടീം ബിൽഡ് ചെയ്യലാണ്, ടീമിലേക്ക് ഇറങ്ങലാണ്. മിനിമം ഒരു ദിവസം നിങ്ങൾ 2 പേരെ ഈ സിസ്റ്റത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 25 × 2 730 പേരുടെ ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പറ്റൂല്ലേ? ഒരാളില്ല, സരിത മാത്രം ഇറങ്ങാണ്, ബാക്കി നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. സരിത ഇറങ്ങിയിട്ടില്ലേ 2 പേര് ഒരു ദിവസം കൊണ്ടുവന്നാൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഞാൻ പറയുന്നത്. 730 പേരുടെ ടീം ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ലേ? ആരും ഇല്ലെങ്കിൽ പോലും ഉണ്ടാവില്ലേ? ഈ 730 പേരുടെ ടീം, അതായത് 730 പേരുടെ ടീം ഉണ്ടെങ്കിൽ 1000 പേരുടെ ടീം വന്നാൽ ഞാൻ പറഞ്ഞു 6,30,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞില്ലേ ഒരു മാസം? 2026 കഴിഞ്ഞ് 2027 ആകുമ്പോഴേക്കും മാസം ഒരു 6 ലക്ഷം രൂപ ഒരു PV. അവര് 2 PV ആണ് പർച്ചേസ് ചെയ്തെങ്കിൽ 12 ലക്ഷം രൂപ കിട്ടൂലേ? അവര് 4 PV പർച്ചേസ് ചെയ്താൽ 25 ലക്ഷം രൂപ കിട്ടില്ലേ മാസം? കിട്ടില്ലേ? 4 PV പർച്ചേസ് 25 ലക്ഷം രൂപ കിട്ടും. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇറങ്ങിക്കൂടാ ഫീൽഡിലേക്ക്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 25 ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്നതിന് സിമ്പിൾ ആയിരിക്കും ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഒറ്റക്കാണെന്നുള്ള നിലയിൽ തന്നെ നിങ്ങൾ ഇറങ്ങണം എന്ന് ഓരോരുത്തരോടും പറയാനുള്ളത്. ഞാൻ ഒറ്റക്ക് ഇറങ്ങുമെന്നുള്ളൊരു വാശിയോട് കൂടിയിട്ട് ഓരോരുത്തരും ഇവിടെ ഇറങ്ങിയിട്ട് പ്രൂവ്. അങ്ങനെ ഇറങ്ങിയവര് മാത്രമേ ഇവിടെ വിജയിച്ചിട്ടുള്ളൂ ഇല്ലേ? അങ്ങനെ ഇറങ്ങിയവരെ വിജയിച്ചിട്ടുള്ളൂ, അല്ലാത്തവരൊന്നും വിജയിച്ചിട്ടില്ല. അവരിറങ്ങട്ടെ, ഇവരിറങ്ങട്ടെ, മറ്റവര് ചെയ്തു തരട്ടെ. എന്റെ സ്പായില് എന്റെ എന്താ ഊണ് വെച്ചിട്ട് എന്റെ വായിലേക്ക് ഇങ്ങനെ വിളമ്പി തരട്ടെ എന്ന് വിചാരിച്ചിരുന്നാലൊന്നും നടക്കില്ല കേട്ടാ. അവിടെ ഭക്ഷണം ഉണ്ടെങ്കിൽ പോയി എടുത്ത് വിളമ്പി കഴിച്ചോളണം, എന്നാലേ വിശപ്പ് മാറുള്ളൂ അല്ലേ? അല്ലാണ്ട് എന്നെ വായിലേക്ക് വിളമ്പി തരട്ടെ വെച്ചാൽ അവിടെ ഇരുന്നാലൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇന്നിപ്പോ ഇവിടുന്ന് നിങ്ങൾ ശബ്ദം ചെയ്യണം. ഞാനിതാ 100 പേരുടെ ടീമിനെ 100 ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ശബ്ദം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം 2 ഞാൻ 5 എപ്പോഴും പറയുന്നത് അല്ലെ, 5 ആളെ കാണുന്നവർ ഒരു ദിവസം 2 പേരെ നിങ്ങൾ ക്ലോസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. 2 സെയിൽസ് ക്ലോസ് ചെയ്യണം. കണ്ടാ പോരാ, 2 സെയിൽ എടുത്തിരിക്കണം. അതിന് പറ്റിയ ലിസ്റ്റ് ആരെടുത്ത് പോയാലും സെയിൽ എടുക്കാൻ പറ്റുക നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? അതിന് പറ്റിയ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് വേസ്റ്റ് ചെയ്യാൻ ഇനി സമയമില്ല നമുക്ക്. ആ രീതിയിലേക്ക് പോയാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് 2026 നേടാൻ പറ്റും.
2027 2028 ആകുമ്പോഴേക്കും നിങ്ങൾ ഈ പറയുന്ന ഈ 160 കോടി എന്ന് പറയുന്ന സ്വപ്നമല്ലത്, അതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെ? സ്വപ്നങ്ങൾ കണ്ടാൽ ഒന്നും നേടാൻ പറ്റില്ല, ആഗ്രഹങ്ങളൊന്നും സഫലമാകില്ല. ആവോ? ആഗ്രഹങ്ങൾ സഫലമാവില്ല, തീരുമാനങ്ങളാണ് സഫലമാവുള്ളൂ. നിങ്ങളൊരു തീരുമാനം എടുക്കണം. കുറെ ആഗ്രഹം മനസ്സിലുണ്ടായി ഒന്നും നടക്കൂല. തീരുമാനം എടുക്കണം. ഞാൻ ഇന്ന് ചെയ്യും, ഞാൻ ഇന്നിപ്പോ വൈകുന്നേരം ആകുമ്പോഴേക്ക് 2 സെയിൽ എടുക്കും, നാളെ ഞാൻ 2 സെയിൽ എടുക്കും, മറ്റന്നാളും 2 സെയിൽ എടുക്കും. അപ്പ് ലൈൻ വന്നില്ലെങ്കിൽ വേണ്ടിയില്ല, ഡൗൺ ലൈൻ വന്നില്ലെങ്കിൽ വേണ്ടിയില്ല, ഞാൻ ഇന്ന് എടുത്തിരിക്കും. ക്ലിയർ ആയ പോയിന്റ്? ആ രീതിയിലേക്ക് ഒരു സ്വപ്നമുള്ള ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ വിത്തിനകത്തുമുള്ള ഓരോ മരത്തെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുമെങ്കിൽ, അവരെ ചേർത്ത് പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ആരെയും അതുകൊണ്ട് ഒരു വ്യക്തിയെയും നമ്മൾ എന്താ ചെയ്ത് അവരുടെ രൂപമോ ആകൃതിയോ വസ്ത്രധാരണമോ വെച്ച് അവരെ അളക്കാൻ വേണ്ടി പാടില്ല. വലിയ മരങ്ങളില്ലേ, വലിയ വിജയിക്കാനുള്ള ആഗ്രഹങ്ങളുള്ളവരാണ് പലരും. അവർക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ നിരവധിയുണ്ട്. അവരെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. തകർച്ചയുണ്ടാവും അല്ലെ? തകർച്ചയില്ലാതെ വിജയം ഉണ്ടാവില്ല. എന്തെങ്കിലും പൊളിച്ചാതെ പുതിയതായിട്ട് പണിയാൻ പറ്റുമോ? അല്ലെ? പൊളിച്ചിട്ടാണ് നമ്മൾ പുതിയത് പണിയുന്നത്. പലതും തകർത്ത് നശിപ്പിച്ചു കളഞ്ഞിട്ടാണ് പുതിയത് പണിയുന്നത്. പുതിയത് പണിയുമ്പോൾ ചിലതൊക്കെ നശിപ്പിക്കേണ്ടി വരും ഇല്ലേ? നമ്മൾ പഴയ വീട് പണിയുമ്പോൾ എന്താ ചെയ്യാ, പഴയതൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ടാണ് അവിടെ പുതിയ വീട് പണിയാം അല്ലെ? ശരിയല്ലേ? പുതിയത് പണിയുമ്പോ ചിലപ്പോ പഴയത് തകരേണ്ടി വരും ചിലത്. അപ്പൊ ചിലതൊക്കെ തകർന്നു പോകേണ്ടി വരും. ചിലതൊക്കെ തകരുമ്പോൾ മാത്രമാണ് ചിലത് അല്ലെ പുതുതായിട്ട് പണിയാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് തകർച്ച എന്ന് പറയുന്നത് വളർച്ചയുടെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. തളർച്ച വരുമ്പോ എല്ലാം തീർന്നു, എന്റെ ദൈവം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ പിറകോട്ടല്ല ഓടേണ്ടത്. ഓരോ തളർച്ചയും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇല്ലേ, പുതിയ വളർച്ചയിലേക്കാണ്, പുതിയ ഉയർച്ചയിലേക്കാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ വിജയസ്ഥാനത്ത്, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് തിരിച്ചറിയാന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടെ പറയാണ്, ചരിത്ര സംഭവമാണ് അല്ലെ? 1934 ഇന്ത്യയിൽ ഒരു മുട്ടുസൂചി പോലും നിർമ്മിച്ചിരുന്നില്ല. അറിയാലോ നിങ്ങൾക്കല്ലേ? ഒരു മുട്ടുസൂചി പോലും ഇവിടെ നിർമ്മിച്ചിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നിപ്പോ നമ്മളെല്ലാം ഇല്ലേ ലോകത്തിലെ നമ്പർ 1, ഇന്ന് തരില്ല 4ാമത്തെ രാജ്യം, സാമ്പത്തികമായിട്ട് ഏകദേശം 3ാമത്തെയോ 4ാമത്തെയോ രാജ്യമായി എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പോട്ടെ, 4, 5, 6ാമത്തെ രാജ്യമാണെങ്കിൽ പോലും ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 1934 60,000 തയ്യൽ മെഷീനാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത്. തയ്യൽ മെഷീൻ ആലോചിച്ച് നോക്കണം. ഇന്നൊക്കെ എന്തായാലേ തയ്യൽ മെഷീൻ ഇവിടെ ഒന്നും ഉണ്ടാകും, ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാത്ത കാലഘട്ടത്തിൽ തയ്യൽ മെഷീൻ ഇറക്കുമതി 60,000 തയ്യൽ മെഷീൻ. അങ്ങനെ അതിലൊരു മെഷീൻ നമ്മുടെ ബംഗാളിലുള്ള ഒരു പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ വാങ്ങിച്ചു. അദ്ദേഹം ബേസിക്കലി ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വിഷൻ ദാസ് എന്നാണ്. വിഷൻ ദാസ് 1934 60,000 മെഷീൻ ഇറക്കുമതി ചെയ്ത്. അതിലൊരു തയ്യൽ മെഷീൻ അദ്ദേഹം വാങ്ങിച്ചു. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ മെഷീൻ ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതിനെ കുറിച്ചുള്ള നിരവധി പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. നോക്കണം, അന്ന് ടെക്നോളജി ഒന്നുമില്ല, ഉൽപ്പന്നങ്ങളൊന്നും കിട്ടാനില്ല, ഇതിന്റെ സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ നിരന്തരമായ ഗവേഷണത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, നമ്മളെ ഇന്ന് കാണുന്ന രീതിയിൽ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുമ്പോ ഇല്ലേ, കാലുകൊണ്ട് ചവിട്ടുമ്പോ ആ സൂചി ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും പൊങ്ങും താഴും ചെയ്യും. അങ്ങനെയാണല്ലോ ടൈലറിങ് അല്ലെ, മെഷീൻ അല്ലെ? ഇന്നിപ്പോ അത് മാറി, ഇന്നിപ്പോ കറണ്ടിലുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറെ നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഒരു തയ്യൽ മെഷീൻ നിർമ്മിച്ചു എന്നുള്ളതാണ്. ആ തയ്യൽ മെഷീൻ നിർമ്മിക്കുകയും ആ തയ്യൽ മെഷീന് തന്റെ മകളുടെ പേര് കൊടുക്കുകയും ചെയ്തു. മകളുടെ പേര് ഉഷ എന്നാണ്. അങ്ങനെയാണ് ഉഷ എന്ന് പറയുന്ന തയ്യൽ മെഷീൻ രൂപം കൊണ്ടത് അല്ലെ? ഉഷ തയ്യൽ മെഷീനാണ് ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ വീടുകളിലുള്ളത്, എല്ലാവർക്കും അറിയാം അല്ലെ? അദ്ദേഹത്തിന്റെ നിരന്തരമായ ഒരു ശ്രമമായിരുന്നു അത്. നമുക്ക് എന്തുകൊണ്ട് ഇത് നിർമ്മിക്കാൻ പറ്റുന്നില്ല? ഉഷ നിങ്ങളുടെ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ഉഷയായിരിക്കും ഉണ്ടാകുക അല്ലെ? അപ്പോ ഉഷ എന്ന് പറയുന്ന തയ്യൽ മെഷീന്റെ രൂപകൽപ്പന വന്നത് അങ്ങനെയായിരുന്നു എന്റെ പൊന്നു സുഹൃത്തുക്കൾ. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം, അദ്ദേഹം കഠിനമായ പരിശ്രമത്തിൽ, അന്നത്തെ കാലമാണ്, ആലോചിച്ച് നോക്കണം, നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും സാധിക്കില്ലേ? നമുക്കെന്താ, ഇന്നിപ്പോ എത്രയോ മാറിയിരിക്കും നമ്മളല്ലേ? നമുക്ക് എത്രയോ ഭൗതിക സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. നമുക്ക് നല്ല ടീമുണ്ട് ഇവിടെ, നമ്മൾക്ക് അറിവുള്ള ആളുകളുണ്ട്, നമുക്ക് വിജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, പ്രവർത്തിക്കാൻ വേണ്ടി 24 മണിക്കൂറും അത് ഇറങ്ങാൻ വേണ്ടി, ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് ഇല്ലേ? പിന്നെ എന്തുകൊണ്ട് നമുക്കിത് സാധിക്കുന്നില്ല?
അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഒരു അറിവും വേണ്ട കേട്ടോ. അറിവില്ലാത്ത ആളുകളോട് ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു അറിവ് കൂടെ വേണ്ട, ഒരു കഴിവും നിങ്ങൾക്ക് ആവശ്യമില്ല, ഒരു വിദ്യാഭ്യാസം ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. വലിയ ഹൈറ്റ് വേണ്ട, മസില് വേണ്ട, മനസ്സിലെ നിറം വേണ്ട, വർണ്ണം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് വിജയിക്കണമെന്നുള്ള ഒറ്റ ഒരു ആഗ്രഹം മാത്രം മനസ്സിലുണ്ടെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. എന്തും ഇവിടെ നേടിയെടുക്കാൻ പറ്റും അല്ലെ. ഇവിടെ സുഹൃത്തുക്കളെ നേടിയെടുക്കാൻ പറ്റും അല്ലെ, ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റും, ആദരവ് നേടിയെടുക്കാൻ പറ്റും, റെക്കഗ്നേഷൻ നേടിയെടുക്കാൻ പറ്റും, അംഗീകാരം നേടിയെടുക്കാൻ പറ്റും അല്ലെ, ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റും അല്ലെ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ടൂർ പാക്കേജുകളൊക്കെ ഇവിടെ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പണം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, പല സ്ഥലങ്ങളിലും പോകാൻ വേണ്ടി സാധിക്കും, എവിടെയും ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റും ഇല്ലേ. ഒരു ചിത്രശലഭത്തെ പോലെ പറന്നുയർന്ന് ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാൻ വേണ്ടി സാധിക്കും. ഈ മനുഷ്യ ജന്മത്തിൽ സാധ്യമായതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. വേറൊരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. വേറെ എന്ത് ജോലി നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒന്നും തന്നെ നേടാൻ വേണ്ടി സാധിക്കില്ല. അവിടെയെല്ലാം ലിമിറ്റേഷൻ ഉണ്ടാകും, ഒരു സംശയവും വേണ്ട അല്ലെ, ഒരു സംശയവും വേണ്ട, ലിമിറ്റേഷൻ ഉണ്ടാവും അവിടെയൊക്കെ. ഒരു പ്രീമിയം കാർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു സാധാരണക്കാരന് പറ്റുമോ? അടുത്ത വർഷങ്ങൾ നിങ്ങൾ കണ്ടോളൂ, പ്രീമിയം കാറുകൾ BMW ഇല്ലേ, ബെൻസ് കാറുകളും കേരളത്തിൽ ഇറങ്ങുന്ന നിമിഷങ്ങൾ വിദൂരമല്ല സുഹൃത്തുക്കളെ, കണ്ടോളൂ. ഇപ്പൊ ഒന്നും പറയുന്നില്ല, മനസ്സിലായ, വണ്ടികൾ ഇറക്കട്ടെ. അങ്ങനെ എന്ത് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടാൻ വേണ്ടി, ഒരു ഫാം ഹൗസ് ഇല്ലേ, ഒരു 50 ഏക്കർ ഫാം ഹൗസ്, ഇതൊക്കെ എന്റെ സ്വപ്നങ്ങളാണ് ഈ പറയുന്നത്. ഒരു ഫാം ഹൗസ് ഇല്ലേ, എന്തൊക്കെ നേടാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ എന്തും നേടാൻ വേണ്ടി സാധിക്കുന്ന അല്ലേ. നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല, വിദേശങ്ങളിൽ ബുർജ് ഖലീഫയിൽ ഒരു ഫ്ലാറ്റ് മേടിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും ഫ്ലാറ്റുകൾ എടുത്തുകൊണ്ട്, ഗൾഫ് കൺട്രീസിലും വിദേശ രാജ്യങ്ങളിലും ഫ്ലാറ്റുകളും വില്ലാസുകളും പോലും നമുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് നേടാൻ പറ്റുന്ന ഈ 660 കോടി ഇങ്ങോട്ട് വരട്ടെ, മനസ്സിലായ. ഇത് ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല കിട്ടുന്നത്. ആ ഒരു ലെവലിലേക്ക് വന്ന ഓരോ വർഷവും മിനിമം 160 കോടിയിലേക്ക് എത്തുമ്പോ 10 വർഷം കൊണ്ടൊക്കെ നിങ്ങൾ കൂട്ടി നോക്കിക്കോളൂ. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് എത്ര കോടിയായില്ലേ. സഹസ്ര കോടീശ്വരന്മാരായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കുന്ന, കുറെ കൂടെ നിങ്ങൾ ഉണർന്ന് ചിന്തിക്കൂ എന്റെ സുഹൃത്തുക്കളെ. ഈ സുപ്രഭാതത്തിൽ സഹസ്ര കോടികൾ നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ് ഈ ബയോട്ടോറിയം, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെ. പൂന്തോട്ടത്തിൽ നിന്ന് മനോഹരമായ പുഷ്പങ്ങളുടെ ഗന്ധം നമ്മുടെ മൂക്കുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇല്ലേ. പൂന്തോട്ടം ഉണ്ടാവും വീട്ടിന് മുമ്പിൽ, ആ പൂന്തോട്ടത്തിൽ മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ സുഗന്ധം നമ്മളെ മൂക്കളിലേക്ക് അല്ലെ നമ്മൾ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്. അവിടെ ചെറിയൊരു കാറ്റ് വരണം അല്ലെ, ചെറിയൊരു ഇളം കാറ്റ് വരണം. ആ ഇളം കാറ്റാണ് നമ്മൾ ആ സൗരഭ്യത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നത് അല്ലെ, ആ സുഗന്ധത്തിലേക്ക് എത്തിക്കുന്നത് പോലെ നിങ്ങൾക്കും ഈ സുഗന്ധം സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഒരു ചെറിയ ഇളം തെന്നലായി മാറാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഞാൻ വിജയിക്കും, ഞാൻ 160 കോടി നേടുന്ന ആ ലെവലിലേക്ക് വരും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു ഇളം തെന്നലായിട്ട് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ആകെ പറന്നു നടക്കാൻ സാധിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വലിയ വിജയം നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനും അങ്ങനെ വലിയൊരു അച്ചീവ്മെന്റ്സ് നേടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രോഗ്രാമിലും സജീവമാകുക. നാളെ നമ്മളെ ചെറുതോണിയിലുള്ള പ്രോഗ്രാമാണ്. ഒത്തിരി ലീഡേഴ്സ് നമ്മളെ പങ്കെടുക്കുന്നുണ്ട്. പരമാവധി ഗസ്റ്റുകൾ അവിടെ എത്തിക്കാൻ വേണ്ടി അതിന്റെ സംഘാടകരായ ലീഡേഴ്സ് ശ്രമിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച കോഴിക്കോട് BOP ആണ്. നെക്സ്റ്റ് മൺഡേ 30-ാം തീയതി തൃശ്ശൂർ NDOP ആണ്. ഇതാണ് ഈ മാസത്തെ പ്രോഗ്രാം. അടുത്ത മാസത്തെ പ്രോഗ്രാം അടുത്ത ദിവസം തന്നെ ചാർട്ട് ചെയ്ത് ഗ്രൂപ്പുകളിലേക്ക് ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ആവേശത്തോടെ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല, നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ തോറ്റു കൊടുക്കില്ല, ഞാൻ വിജയായി മാറും എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് 100 ദിവസം കൊണ്ട് 100 പേരുടെ ടീമിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും 100 ദിവസം കൊണ്ട് 100 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വിജയപഥത്തിലേക്ക് എത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് താങ്ക് യു മനോജ് സാർ, താങ്ക് യു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു സാറിന്റെ മോട്ടിവേഷൻ. എല്ലാം നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട്. എല്ലാവരും ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി സാറ് പറഞ്ഞ പോലെ ഓരോ ദിവസവും ഈ രണ്ടുപേരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന 100 പേരുടെ ഒരു ടീമിനെ എല്ലാവരും ഒരു വൻമരമായിട്ട് തന്നെ, നമ്മളിപ്പോ ഓരോ വിത്തുകൾ തന്നെയാണ് സാറ് പറഞ്ഞ പോലെ നമ്മൾ ഈ കൂടെ ഓരോ വൻമരങ്ങളും ഒത്തിരി ശാഖകളും ഇലകളും പൂത്ത് തളിർത്ത് ഇങ്ങനെ വരണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. എന്നാൽ മാത്രമേ
സാറ് പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ആ ലെവലിലേക്ക് വരട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇന്നത്തെ സൂമിൽ കയറിയ എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂം അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.